റവന്യൂ ജില്ലാ കേരള സ്കൂൾ കലോത്സവം ആദ്യ ദിനത്തിൽ മത്സരങ്ങളൊക്കെയും പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹൈസ്കൂൾ വിഭാഗം അർബനമുട്ടിൽ ഒന്നാം സ്ഥാനം നേടിയ SABTM തായ്നേരി സ്കൂളിലെ ചുണക്കുട്ടികളും അവരുടെ മാസ്റ്റേഴ്സുമാരും നമ്മുടെ കൂടെ ഉള്ളത്. ഹായ്, ഒന്നാം സ്ഥാനം നേടിയല്ലേ? എല്ലാവരും ഒന്ന് പേര് പറഞ്ഞ് പരിചയപ്പെടുത്തിയേ. മുഹമ്മദ് റാസി, മുഹമ്മദ് യാസിൻ, മുഹമ്മദ് റഫീഖ്, മുഹമ്മദ് ഷാദിൻ, ഹഫീസ്, മുഹമ്മദ് നിഹാൽ, റുഷൽ ഷിഹാബ്, മുഹമ്മദ് അമാൻ, ഇതിലാൽ സിയം. ഇതിപ്പോ എത്ര നിങ്ങൾ ഇതിനു മുന്നേ അർബനമുട്ട് മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? എങ്ങനെയാ ഇതിന്റെ ഒരു ഡീറ്റെയിൽസ്? മാഷാണല്ലേ പേര്? ഞാൻ തായ്നേരി SABTM സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററാണ്. പേര് വിനോദ്. കുട്ടികൾ ഇങ്ങനെ ഒരു വിജയം കൈവരിച്ചപ്പോൾ എന്ത് തോന്നുന്നു? നമ്മുടെ വിദ്യാലയം ഈ കലോത്സവങ്ങളിൽ പ്രത്യേകിച്ച് ഉപജില്ലാതലത്തിൽ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിക്കൊണ്ടിരിക്കുന്ന വിദ്യാലയമാണ്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗത്തിലൊക്കെ നമുക്കാണ് പൂർണ്ണ ആധിപത്യം ഉണ്ടാവാറ്. അതിൽ തന്നെ ഈ പ്രത്യേക കലകളിൽ, അതായത് ദഫ്മുട്ട്, അറവനമുട്ട്, വട്ടപ്പാട്ട് തുടങ്ങിയ ഇനങ്ങളിൽ എതിരാളികളില്ലാത്ത വിധത്തിലുള്ള ചാമ്പ്യൻഷിപ്പാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വർഷവും നമ്മളതിൻ്റെ കുതിപ്പ് തുടരുന്നതിൻ്റെ ആദ്യത്തെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അർബനമുട്ട് മത്സരത്തിൽ നമ്മുടെ ഒന്നാം സ്ഥാനം നേടി, ജില്ലാതലത്തിൽ ഒന്നാം സ്ഥാനം നേടി സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട്. ഇനിയും മറ്റ് മത്സരങ്ങൾ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലും ഇതേപോലുള്ള മികച്ച വിജയം നമുക്ക് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ മത്സരങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ വലിയ പരിശീലനങ്ങളൊന്നും കൊടുക്കാതെ തന്നെ നമ്മുടെ കുട്ടികൾ അവരുടേതായ തനതായ കഴിവും അവരുടെ സിദ്ധിയും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ മികവ് തെളിയിക്കാറുണ്ട്. പല കുട്ടികളും ഈ മേഖലയിൽ അവരുടെ നാട്ടിലൊക്കെയുള്ള വിവിധ മേഖലകളിൽ ഇതുപോലുള്ള മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് പ്രാഗൽഭ്യം തെളിയിച്ചവരാണ്. അപ്പോൾ അവരുടെ ഒരു കൂട്ടായ്മ നമ്മുടെ അധ്യാപകരുടെ നേതൃത്വത്തിൽ സ്കൂളിൽ വെച്ച് നടത്തിയപ്പോൾ അവരത് കലോത്സവങ്ങളിൽ മികവായിട്ട് മാറ്റി എന്നാണ് ഈ ഒരു സജ്ജാദ് വടകര എന്ന് പറയുന്ന ഒരു ഏകദേശം നിങ്ങൾ എത്ര നാളെടുത്തു ഇതൊന്ന് പഠിച്ച് സെറ്റായി എടുക്കാൻ വേണ്ടിയിട്ട്? 3 മാസം കൊണ്ട് സെറ്റായി. ഞങ്ങൾ മിക്കവാറും ഒരു സ്കൂൾ തുടങ്ങി ആദ്യത്തെ 1 മാസം കഴിയുമ്പോൾ തന്നെ കലോത്സവത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്താറുണ്ട്. അതിനുവേണ്ടിയുള്ള കുട്ടികളൊക്കെ തിരഞ്ഞെടുത്ത് ആവശ്യമായ തരത്തിലുള്ള പരിശീലനങ്ങളൊക്കെ ആ സമയത്ത് തന്നെ തുടങ്ങും. അതിൻ്റെ ആദ്യഘട്ടം എന്ന രീതിയിൽ സബ് ജില്ലാ തലത്തിൽ മത്സരിക്കും. അതിൽ നമുക്ക് ഒന്നാം സ്ഥാനം നേടി. തുടർന്നിപ്പോൾ ഇന്ന് ജില്ലാ മത്സരത്തിൽ വീണ്ടും ഒന്നാം സ്ഥാനം കിട്ടി. സംസ്ഥാന തലത്തിലും നമുക്ക് ഈ ഒരു മികവ് നിലനിർത്താൻ വേണ്ടി സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളുടെ ടീമും ഞങ്ങളുടെ കുട്ടികളും ഞങ്ങളുടെ അധ്യാപകരും അതിനു വേണ്ടിയിട്ടുള്ള നല്ല തയ്യാറെടുപ്പിലാണ്. കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടിയിട്ട് അർബനമുട്ടിൻ്റെ ഒരു കിരീടം നമ്മുടെ വിദ്യാലയം നേടിക്കൊടുക്കും എന്ന് തന്നെയാണ് നമുക്ക് പറയാം. അപ്പോൾ എല്ലാവിധ ആശംസകളും ഞങ്ങളും നേരുന്നു. സംസ്ഥാനത്തിൽ നല്ല ഉന്നത വിജയം കൈവരിച്ച് തിരിച്ചു വരാൻ വേണ്ടി പറ്റട്ടെ. എല്ലാവിധ ആശംസകളും. ഓക്കെ.